ഫസൽ വധക്കേസിൽ നിയുക്ത എംഎൽഎ കാരായി രാജന് അവധി നൽകിയിരിക്കുന്നു സിബിഐ കോടതി. സത്യപ്രതിജ്ഞ കഴിയും വരെ വിചാരണയ്ക്ക് ഹാജരാവേണ്ട കേസിലെ 8ാം പ്രതിയാണ് കാരായി രാജൻ. എസ് ശരൺ വിവരങ്ങൾ നൽകാനുണ്ട് നമുക്കൊപ്പം. ശരൺ, അപ്പോൾ ഇന്നലെയാണ് സിബിഐ കോടതിയിൽ സാക്ഷി വിസ്താരം തന്നെ തുടങ്ങിയത്. ഇന്നിപ്പോൾ കോടതിയുടെ നിരീക്ഷണം എന്താണ്? ഷിഹാസ്, തലശ്ശേരി ഫസൽ വധക്കേസിൽ 8ാം പ്രതിയാണ് കാരായി രാജൻ. കാരായി രാജൻ തലശ്ശേരിയിൽ നിന്നുള്ള നിയുക്ത എംഎൽഎ കൂടിയാണ്. കഴിഞ്ഞ ദിവസം എംഎൽഎ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് കാരായി രാജൻ അവധി അപേക്ഷയുമായി വിചാരണ കോടതിയായ കൊച്ചി സിബിഐ കോടതിയെ സമീപിച്ചത്. പ്രധാനമായും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ സത്യപ്രതിജ്ഞ കഴിയുന്നത് വരെ വിചാരണയ്ക്കായി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് അനുവദിക്കണമെന്നുള്ളതാണ്. ഇതാണിപ്പോൾ കൊച്ചി സിബിഐ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിയും വരെ വിചാരണയ്ക്കായി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. 2006 ഒക്ടോബറിലാണ് തലശ്ശേരിയിലെ NDF പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ഫസൽ കൊല്ലപ്പെടുന്നത്. തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ CBI ഏറ്റെടുക്കുകയായിരുന്നു. CBI അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് വിചാരണ നടപടികൾക്ക് തുടക്കമായിരുന്നത്. ഇന്നലെയാണ് CBI കോടതിയിൽ സാക്ഷി വിസ്താരം തുടങ്ങിയത്. 221 സാക്ഷികളെയാണ് വിസ്തരിക്കാനുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ കാരായി രാജന് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കൊടി സുനി 1ാം പ്രതിയായ കേസിൽ കാരായി രാജന് പുറമെ കാരായി ചന്ദ്രശേഖരനും പ്രതിയാണ്. ശരി ശരൺ.